ഹലോ, നമസ്കാരം. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടോ? ഞാൻ 2-3 ദിവസമായിട്ട് സുഖമില്ലാത്തത് കൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. കൈ വലത് കൈ അങ്ങനെ പൊന്തിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നത്, ഒരു കൃഷ്ണചിത്രം വരയ്ക്കുന്ന സജിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവളെക്കുറിച്ചാണ്. ആ കുട്ടി ഇപ്പോൾ എന്തോ ഗുളികകൾ ഒരുപാട് കഴിച്ചിപ്പോൾ ആശുപത്രിയിലാണെന്ന് പറയുന്നു. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കട്ടെ. ഏതായാലും നമ്മളുടെ കണ്ണനെ വരച്ചാണല്ലോ ആ കുട്ടി ജീവിതമാർഗം കണ്ടെത്തി എന്ന് പറയുന്നു. ആ കൃഷ്ണൻ ആ കുട്ടിൻ്റെ ജീവൻ നിലനിർത്തി കൊടുക്കട്ടെ. ഇതിൽ ജാതിയും മതവും ഒന്നുമില്ല. ഞാൻ ഒരു മനുഷ്യത്തിയാണ്. ദൈവങ്ങൾ ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ പല വീഡിയോകളിലും ഞാൻ പറയാറുണ്ട്. എനിക്ക് ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എന്നൊന്നുമില്ല. മനുഷ്യൻ നന്നായാൽ എല്ലാം നന്നാവും. മനുഷ്യൻ നന്നായില്ലെങ്കിൽ ഒന്നും നന്നാവില്ല. മനുഷ്യൻ്റെ മനസ്സ് നന്നായാൽ എല്ലാം നന്നാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു. പിന്നെ ആ കുട്ടി കൃഷ്ണൻ്റെ ചിത്രം വരച്ചുകൊണ്ട് മുസ്ലിമിനെ എതിർക്കുന്നു എന്നാണല്ലോ ഈ മുസ്ലിം സമൂഹം പറയുന്നത്. ഈ മുസ്ലിം സമൂഹ സഹോദരങ്ങളോട് ഞാൻ ഒന്ന് പറയട്ടെ. മുസ്ലിം പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കേണ്ട, അറിയാൻ വേണ്ടി പറയുന്നതാണ്. സഹോദരങ്ങളായാലും സഹോദരികളായാലും ഞാൻ പറയുന്നത്, ആ കുട്ടി ഒരു ചിത്രം വരച്ചു എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും ഓരോ കഴിവുകളാണ് ഉണ്ടാവുക. ചിലവർക്ക് ചിത്രം വരയ്ക്കാൻ, ചിലവർക്ക് മണ്ണുകൊണ്ട് പ്രതിമയുണ്ടാക്കാൻ. എനിക്ക് ആ കഴിവാണുള്ളത്. ഞാൻ മണ്ണുകൊണ്ട് പ്രതിമയുണ്ടാക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾക്ക് ഓരോരോ ഇത് ചെയ്യാൻ ദൈവം തരുന്ന ഒരു കഴിവാണ് ഈ വരയ്ക്കൽ, പ്രസംഗിക്കാനുള്ള കഴിവ്, ചിലവർക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവ്, ചിലവർക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവ്. അങ്ങനെ ഓരോരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി ആ ചിത്രം വരച്ചിട്ടാണ് അതിൻ്റെ ജീവിതമാർഗം കണ്ടെത്തി എന്ന് പറയുകയാണെങ്കിൽ അത് ആ കുട്ടിൻ്റെ കഴിവിനെയാണ് ആ കുട്ടി വിൽക്കുന്നത്. അല്ലാതെ ഹിന്ദു മതത്തിലെ ദൈവത്തിനെ വരച്ചു അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് നാണക്കേടാണ് എന്ന് പറയാൻ ഇതിലില്ല, എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. ഇത് ഇനിയിപ്പോൾ മറ്റേ ആൾക്കാരായാലും ശരി, ഇല്ലെങ്കിൽ അവളുടെ സമൂഹത്തിലെ ആൾക്കാരായാലും ശരി, ഹിന്ദു മതത്തിലെ ആൾക്കാരായാലും ശരി, ആ കുട്ടിനെ ഒരു ആത്മഹത്യൻ്റെ വക്കിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആരായാലും അത് തെറ്റായ ഒരു പ്രവണതയാണ്. ഈ പിന്നെ ഹണി ട്രിപ്പ് എന്ന് പറയുന്നത് പൈസൻ്റെ, പിന്നെ ആ കുട്ടി വേണ്ടാത്ത കുട്ടിയാണ്. ഒരു പെൺകുട്ടി ഒരു സമൂഹത്തിനെ ഉള്ള കാര്യങ്ങളിന് ഇതായി ചെയ്യുമ്പോൾ, അതായത് അവർക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ ആ പെൺകുട്ടിനെ ഒന്നുമില്ല അവൾ വേശ്യയാണ് പറയുക, അല്ലെങ്കിൽ അവൾ അഹങ്കാരിയാണ് പറയുക, അല്ലെങ്കിൽ അവൾ ഇങ്ങനത്തവളാണെന്ന് പറയുക. ഇത് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾ അത്രയ്ക്കേ അവരുടെ തലയിലുള്ളൂ എന്നാണ് എനിക്കിത് കൂടുതൽ പറയാൻ അറിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതൊരു മുസ്ലിം കുട്ടി ആയതുകൊണ്ടാണോ കൃഷ്ണൻ്റെ ചിത്രം വരച്ചു എന്ന് പറഞ്ഞിട്ട്, അത് ആ കുട്ടിൻ്റെ കഴിവാണ് എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഹിന്ദുക്കൾ ഇങ്ങനെ മുസ്ലിമുകൾ ഇങ്ങനെ എന്ന് പറയുന്നു, കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു എന്നും പറയുന്നു, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും പറയുന്നു. പിന്നെ എന്തിനാണ് ആ ഒരു പെൺകുട്ടിനെ ഇങ്ങനെ എല്ലാവരും കൂടി പീഡിപ്പിച്ച് അതിനെ ഒരു ആത്മഹത്യൻ്റെ വക്കിലെത്തിച്ചത്? എന്തിനാണ്? അതിന് ആരാ ആ കുട്ടിനെ ഇത് ചെയ്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ആ കുട്ടി എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികളാണ്. ഈ ലോകത്തിൽ എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളാണുള്ളത്. ആ കഴിവെല്ലാം ജാതിപരമായിട്ട് വരുന്നതല്ലല്ലോ. ദൈവം ജനിക്കുമ്പോൾ നീ ഇന്ന ജാതിയാണ്, നിനക്ക് ഇന്ന കഴിവ് ഞങ്ങൾ തരാം, ഇല്ലെങ്കിൽ ഇന്ന കഴിവ് തരാം. ഹിന്ദുക്കളുടെ ദൈവം വരയ്ക്കാനുള്ള കഴിവ് തരാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിൻ്റെ കഴിവ് തരാം, അല്ലെങ്കിൽ മുസ്ലിമിന് മുസ്ലിമിൻ്റെ കഴിവ് തരാം എന്നൊന്നും ഈ ലോകത്തിലില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുകളിൽ മുസ്ലിമുകൾ പാടുന്ന പാട്ടുകൾ പാടാറുണ്ട്. അതിനർത്ഥം ഞാൻ എൻ്റെ ഹിന്ദു മതത്തിനെ എതിർക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ഹിന്ദുക്കൾ പാടുന്നുണ്ടല്ലോ,
എത്രയോ പേരുകൾ പാട്ടുകൾ പാടുന്നു. ഹിന്ദു പാട്ട് പാടുന്നില്ലേ? മുസ്ലിംസുകൾ ഹിന്ദു പാട്ട് പാടുന്നില്ലേ? അതിനെ അർത്ഥം മുസ്ലിമുകളിനെ എതിർക്കുന്നു എന്നാണോ? അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുസ്ലിം പാട്ട് പാടുന്നു, അപ്പോൾ ഹിന്ദുക്കൾ തന്നെ എതിർക്കുന്നു എന്നാണ്? അതൊന്നുമല്ല. ഈ ലോകത്തിൽ എല്ലാവർക്കും ഓരോരോ കഴിവുകളാണ് ദൈവം സൃഷ്ടിക്കുമ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിന് ആ കുട്ടിനെ ഇങ്ങനെ ഈ എന്താ പറയുക, മീഡിയയിലിട്ടിട്ട് ഏത് ആൾക്കാരാണെങ്കിലും ഏത് സഭക്കാരാണെങ്കിലും ആ കുട്ടിനെ ആത്മഹത്യൻ്റെ ഒരു വക്കിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായി പോയി സഹോദരങ്ങളെ. നിങ്ങൾ അതിന് ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇല്ലെങ്കിൽ ഏത് ജാതിക്കാരാണെങ്കിലും, ജാതിയും മതമൊന്നും ഈ ലോകത്തിൽ ഇല്ല. ഈ 20-ാം നൂറ്റാണ്ടിലും ഇന്നും ജാതി പറഞ്ഞ് തല്ലുകൊടിയും കൂടുന്ന നിങ്ങൾ, ഒരു നിമിഷം മതി നമ്മളുടെ ഈ ശ്വാസം ഒന്ന് നിന്നു പോയാൽ ഈ ലോകത്തോട് നമ്മൾക്ക് വിട പറയാൻ ഒരുപാട് നേരങ്ങളൊന്നുമില്ല. എന്തിനങ്ങനെ മനുഷ്യനെ ദ്രോഹിച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? എന്താ ആവശ്യം? ഈ ലോകത്തിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്ന ജീവനുകളാണ് നമ്മൾക്കുള്ളത്. അതൊന്ന് ചിന്തിക്കണം. ഇതിലെന്താ ജാതിയും ഭേദം? എന്തെങ്കിലും ബ്ലഡ് വേണമെന്ന് പറയുന്നു, നിങ്ങളിപ്പോൾ ജാതി നോക്കിയാണോ ബ്ലഡ് കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ ഒരു മരണം വരുന്നു, ഒരു റോട്ടിൽ ഒരു ആക്സിഡൻറ്റ് വരുന്നു, ജാതി നോക്കിയാണോ ജനങ്ങൾ രക്ഷപ്പെടുത്തുന്നത്? മുസ്ലിമാണ് ഇല്ലെങ്കിൽ മുസ്ലിമുകൾ വരട്ടെ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ വരട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വരട്ടെ എന്ന് പറയുന്നുണ്ടോ? എത്രയോ കിഡ്നികൾ മാറ്റിവെക്കുന്നു, എത്രയോ ഹാർട്ടുകൾ മാറ്റിവെക്കുന്നു, ലിവർ ഇതെല്ലാം ജാതി നോക്കിയാണോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത്? അല്ല. ഒരു മനുഷ്യൻ എന്നൊരു നിലയിൽ ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഈ ജനങ്ങളുടെ ശരീരത്തിൽ ഓടുന്നതെല്ലാം ഒരേ കളറ് രക്തം തന്നെയല്ലേ ഓടുന്നത്? അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വേറെ രക്തം, ഹിന്ദുക്കളുടെ വേറെ രക്തം, മുസ്ലിമിൻ്റെ വേറെ രക്തം എന്ന് പറയുന്നുണ്ടോ? എന്തിനാണ് ഇങ്ങനെ തല്ലുവടിയും കൂടി ചാകുന്നത്? ഇപ്പോൾ ആ ഒരു പെൺകുട്ടിൻ്റെ ജീവിതം പോയി. ആർക്കാ പോയത്? ആ കുഞ്ഞിന് പോയി. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാത്തിലും എന്തിനാ സമൂഹമേ നിങ്ങളിങ്ങനെ മനുഷ്യരിനെ കൊല്ലാൻ വേണ്ടിയുള്ള ഓരോന്ന് എഴുതാൻ അറിയുമെന്നും പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെ വേണ്ടാത്തതൊക്കെ എഴുതുന്നത്? അവരവരിൻ്റെ പാട്ടിൽ ജീവിക്കട്ടെ. ആരിൻ്റെയും തുണയില്ലെങ്കിലും ജീവിക്കും അവരൊക്കെ. അതിന് ഏത് പാർട്ടിക്കാരായാലും ശരി. എന്തിനെങ്ങനെ കുട്ടിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് പറഞ്ഞത്? പിന്നെ അവൾക്ക് ഇഷ്ടം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവൾ പോട്ടെ. എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദുക്കളിനെ കല്യാണം കഴിക്കുന്നു, ഹിന്ദു ആൺകുട്ടികൾ മുസ്ലിം പെണ്ണുങ്ങളിനെ കല്യാണം കഴിക്കുന്നു, ക്രിസ്ത്യാനികൾ മുസ്ലിംസിനെ കഴിക്കുന്നു, ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളിനെ കഴിക്കുന്നു, ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ കഴിക്കുന്നു. എന്നിട്ടെന്താ അവരൊന്നും ജീവിക്കുന്നില്ലേ? ഇതൊക്കെ വെറുതെ എന്തെങ്കിലും ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് മീഡിയയിൽ കിടന്നിട്ട്. എന്തിനാണ്? നിങ്ങൾക്കൊക്കെ പേര് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഒരു ജീവൻ എന്ന് പറയുന്നതിന് ഒരുപാട് വിലയുണ്ട്, മനസ്സിലാവുണ്ടോ? ഈ സമൂഹത്തിൽ ജാതിഭേദം എന്ന് നിൽക്കുന്നോ അന്നേ ഈ കേരളവും ഇന്ത്യയും നേരാവുള്ളൂ. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിംസ് ആയാലും. ആ കുട്ടി എന്തായാലും മരുന്ന് കഴിച്ചത് ശരിയായില്ല മോള്. കുട്ടി, ഞാൻ ഇപ്പോൾ ഹിന്ദുവാണെന്നുള്ള ഉദ്ദേശത്തിൽ ഒരു സഹോദരി എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഈ സമൂഹത്തിൽ മീഡിയയിൽ പലതും പറയും. ഞാനും ഒരുപാട് കേട്ട ആളാണ് ഞാൻ. അപ്പോൾ ഈ സമൂഹത്തിൽ എല്ലാവരും പറയണു എന്ന് പറഞ്ഞിട്ട് നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടം നിനക്ക് മാത്രമാണ്. ഈ സമൂഹത്തിൽ നീ മരിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിൻ്റെ ഈ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു. നഷ്ടപ്പെടുന്നത് നിൻ്റെ മകന് മാത്രം, ഇല്ലെങ്കിൽ മകൾക്ക് മാത്രമായിരിക്കും, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും. വേദനിക്കാൻ ഈ ലോകത്തിൽ അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നീ സുഖമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ദൈവത്തോട് ഞാൻ, ഒരു ദൈവമേ ഉള്ളൂ. അത് ഞാൻ വിചാരിക്കുന്ന ദൈവം എൻ്റെ അച്ഛനും അമ്മയാണ്, ഇല്ലെങ്കിൽ പ്രപഞ്ചമാണ്, അല്ലെങ്കിൽ സൂര്യനാണ്, അല്ലെങ്കിൽ ചന്ദ്രനാണ്. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും കുടിയിരിക്കുന്ന ദൈവത്തിന് രൂപങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു ശക്തി ഈ ലോകത്തിലുണ്ട്. ആ ശക്തി നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്നായി വരട്ടെ, നന്നായിട്ടിരിക്കട്ടെ, ആ കുട്ടി നന്നായി വരട്ടെ. ഇനിയും നീ വരച്ച് വിറ്റിട്ട് ജീവിക്കുക, മനസ്സിലാവുണ്ടോ? ചിത്രം വരയ്ക്കൽ, ബൊമ്മയുണ്ടാക്കൽ, അഭിനയിക്കൽ, പാടൽ, അതൊക്കെ ഒരു കഴിവാണ്. അതിനെയൊന്നും ആരും ജാതിഭേദം പറഞ്ഞ് പിരിച്ചിക്കേണ്ട കാര്യമില്ല. ഈ സമൂഹങ്ങൾ ഒരിക്കലും നന്നാവില്ല. നന്നാവാൻ ആരും നല്ല ഹൃദയമുള്ളവർക്ക് മാത്രമേ അതെല്ലാം അംഗീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.